ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഹിന്ദി ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ സ്റ്റേറ്റ് സിലബസിൻ്റെ 8th സ്റ്റാൻഡേർഡത്തെ ലെസനാണ് എടുക്കുന്നത് ഹിന്ദിൻ്റെ. അപ്പോൾ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തരാണെന്നാണ് സ്റ്റോറി. ഇന്ദ്രധനുഷ് പറഞ്ഞാൽ നമ്മുടെ ഒരു റെയിൻബോ, ധർത്തി ഭൂമിയാണ്, ഉത്തരാവഞ്ഞ് ഇറങ്ങി. അപ്പോൾ റെയിൻബോ വന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നാണ് ഒരു സ്റ്റോറി. അതായത് റെയിൻബോ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ആകാശ് മേ രഹത്തെ രഹത്തെ മേ ഊബ് ഗയാ ഹൂँ. ആകാശത്തിൽ ഇരുന്നിരുന്ന് എനിക്ക് ഒരുപാട് ബോറടിച്ച് തുടങ്ങി. ഊബന പറഞ്ഞാൽ ബോറടിക്കുക, ആകാശ് പറഞ്ഞാൽ ആകാശം, രഹത്തെ രഹത്തെ പറഞ്ഞാൽ അവിടെ ഇരുന്ന് ക്യൂ നാ ധർത്തി പർ ഹി ചലാ ജാऊँ. ഞാൻ ഭൂമിയിലേക്ക് ഒന്ന് ഭൂമിയിലേക്ക് ഒന്ന് പോയാലോ എന്ന് റെയിൻബോ ചിന്തിക്കുകയാണ്. അതുകഴിഞ്ഞിട്ട് സപ്തം ഏക് സുന്ദർ സി ഘാട്ടി മേ ഉത്തർ ആയ. സപ്തം പറഞ്ഞാൽ 7th, അതായത് നമ്മുടെ റെയിൻബോക്ക് 7 കളേഴ്സാണ്. അപ്പോൾ സപ്തം പറഞ്ഞാൽ റെയിൻബോനെയാണ് പറയുന്നത്. ഏക് സുന്ദർ സി ഘാട്ടി മേ ഉത്തർ ആയ. സുന്ദർ സി ഘാട്ടി പറഞ്ഞാൽ സുന്ദരമായ ഒരു വാലിയിൽ ഇറങ്ങി വന്നു. ദിൻ ഭർ വ ഘാട്ടി മേ ഘൂംതാ രഹ. പകൽ മുഴുവൻ, അതായത് ദിവസം മുഴുവനും ആ വാലിയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. അന്ധേരെ ഹോനെ പർ വ ഏക് ഘനെ പേട് കെ പാസ് പहुंचा. ഇരുട്ടായപ്പോൾ, അന്ധേര പറഞ്ഞാൽ ഇരുട്ടാവുക, അന്ധേരെ ഹോനെ പർ വ ഘനെ ഒരുപാട് ഘനെ പേട് കെ പാസ് പहुंचा. നല്ല വലിയൊരു മരം, അതായത് നല്ല തിക്കുള്ള വലിയൊരു മരമില്ലേ, ആ മരത്തിൻ്റെ ഇടയിൽ അടുത്തേക്ക് വന്നു. क्या मैं तुम्हारी टहनियों पर आराम कर सकता हूँ. क्या मैं तुम्हारी टहनिയ പറഞ്ഞാൽ ബ്രാഞ്ചസ്, ഞാൻ നിൻ്റെ ബ്രാഞ്ചസിൽ താമസിച്ചോട്ടെ, റെസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിൻ്റെ ബ്രാഞ്ചസിൽ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. തും മേരി ടെഹനിയോ പർ നഹി രഹ സക്തേ ഹോ. അപ്പോൾ ആ മരം പറയണം, അല്ല പറ്റില്ല, നീ എൻ്റെ ബ്രാഞ്ചസിൽ ഇരിക്കാനായിട്ട് പറ്റില്ല. യേ തുമ്ഹാരെ ലിയേ സഹി നഹി ഹെ. ഇത് നിനക്ക് ശരിയായ ഒരു സ്ഥലം എന്നല്ല. ജഗ പറഞ്ഞ സ്ഥലം. യേ തുമ്ഹാരെ ലിയേ സഹി ജഗ നഹി. ഇത് നിനക്ക് താമസിക്കാൻ പറ്റിയ ശരിയായ ഒരു ഇടം അല്ല. തക്കാഹാര സപ്തം ആകെ ബട. അതായത് ഒരുപാട് ക്ഷീണിച്ച് ടയേർഡായിപ്പോയി. സപ്തം അവിടെ നിന്ന് നമ്മുടെ ആ മരം പറഞ്ഞല്ലോ ഇവിടെ താമസിക്കാനായിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഒരുപാട് ടയേർഡായിട്ട് ലാസ്റ്റ് അവിടുത്തെ സപ്തം മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. വ ഏക് നിർജർ കെ പാസ് പहुंचा. നിർജർ പറഞ്ഞാൽ വാട്ടർഫാൾസ്. അവിടുന്ന് വ ഏക് ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കായിട്ട് നമ്മുടെ റെയിൻബോ എത്തി, അതായത് ഇന്ദ്രധനുഷ് അവിടെ എത്തി. സപ്തം അവിടെ എത്തി. ആജ് കി രാത് മേ തുമ്ഹാരെ പാനി മേ സോ ജാऊँ. ഇന്നത്തെ രാത്രി ഞാൻ നിൻ്റെ വെള്ളത്തിൽ ഉറങ്ങിക്കോട്ടെ. സോ ജാऊँ എന്ന് ഉറങ്ങിക്കോട്ടെ. ഇന്നത്തെ രാത്രി ഞാൻ നിൻ്റെ വെള്ളത്തിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആര്? നമ്മുടെ സപ്തം ചോദിക്കുകയാണ്, അതായത് റെയിൻബോ ചോദിക്കുകയാണ്. മാഫ് കരോ ഭായി, അതായത് മാപ്പാക്കണേ ഏട്ടാ. किसी झरने के पानी में इंद्रधनुष कैसे रह सकता है. ഒരു റെയിൻഫോൾ, അതായത് ഝർണ പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുക, വാട്ടർഫോൾസിൽ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവിടെ നിനക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും? അതിൽ പറ്റില്ല എന്നാണ് നമ്മുടെ നിർജർ പറയുന്നത്. അതായത് വാട്ടർഫോൾസ് പറയുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിൽ നീ എങ്ങനെ അതിൽ താമസിക്കും? അതിൽ താമസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സപ്തം ഏക് ലഡ്കെ കെ പാസ് ഗയ. സപ്തം അവിടെ നിന്നും മുന്നോട്ടേക്ക് പോയി, അതായത് അവിടെയും അവനിക്ക് താമസിക്കാനായിട്ട് ഇടം കൊടുത്തില്ല. അപ്പോൾ അവൻ വേറെ സ്ഥലത്തേക്ക്, അതായത് ഒരു ആൺകുട്ടിൻ്റെ അടുത്തേക്ക് പോയി. സപ്തം ഏക് ലഡ്കെ കെ പാസ് ഗയ. സപ്തം ഒരു ആൺകുട്ടിൻ്റെ അടുത്തേക്ക് പോയി. ക്യാ മേ തുമ്ഹാരെ ഘർ മേ ആരാം കർ സക്താ ഹൂँ. ഞാൻ നിൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്തോട്ടെ, ഞാൻ നിൻ്റെ വീട്ടിൽ വിശ്രമിച്ചോട്ടെ എന്ന് ആ ആൺകുട്ടിനോട് നമ്മുടെ സപ്തം റെയിൻബോ ചോദിക്കുകയാണ്. ക്യൂ നഹി തും ജറൂർ യഹാ ആരാം കർ സക്തേ ഹോ. ഷോർ, അതായത് ഉറപ്പായിട്ടും. എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. എനിക്ക് എന്തായാലും പറ്റും എന്ന്. ക്യൂ നഹി ഇവിടെ പറ്റും, അതായത് ഷോറായിട്ട് പറ്റും. തും ജറൂർ യഹാ ആരാം കർ സക്തേ ഹോ. എന്തായാലും എനിക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും. അപ് തോ മേരാ അപ്ന ഇന്ദ്രധനുഷ് ഹോഗ. ഇപ്പോൾ എൻ്റെ
സ്വന്തമായി ഇന്ദ്രധനുഷ് ഉണ്ടെന്ന് ആ ആൺകുട്ടി ചിന്തിക്കുകയാണ്. അതായത് ഇവിടെ താമസിച്ചാൽ ഈ ഇന്ദ്രധനുഷ് ഈ റെയിൻബോ എൻ്റെ സ്വന്തമായല്ലോ, അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ നോക്കാമെന്നാണ് ആ കുട്ടി ചിന്തിച്ചത്. झोपड़ी झोपड़ी के अंधकार में सप्तम के सुंदर रंग दिखाई नहीं दे रहे. झोपड़ी വന്ന ഹട്ട്, അതായത് കുഞ്ഞു ചാള. അന്ധക്കാർ പറഞ്ഞാൽ ഒരുപാട് ഇരുട്ട്, നമ്മൾ രാത്രിയായി ഇരുട്ടാവില്ല, അപ്പോൾ ആ കുഞ്ഞു ചാളൻ്റെ ഉള്ളിൽ ഒരുപാട് ഇരുട്ടായിരുന്നു. അത് കാരണം സപ്തം, അതായത് റെയിൻബോവിൻ്റെ കളറുകളൊന്നും കാണുന്നില്ല. ഇരുട്ടത്ത് റെയിൻബോ എന്താണെന്നേ അറിയണില്ല ആർക്കും. അവിടെ റെയിൻബോ ഉണ്ടെന്നും കൂടി ഇല്ല. വ ഉദാസ് ഹോകയാ. അത് കണ്ടപ്പോൾ റെയിൻബോനെ തന്നെ മനസ്സിലാക്കില്ല. അതായത് അവൻ്റെ കളേഴ്സ്, ആ റെയിൻബോയുടെ കളേഴ്സ് ഒന്നും അറിയണില്ല ആ ഇരുട്ടത്ത്. അപ്പോൾ റെയിൻബോ അത് കണ്ടിട്ട് ഒരുപാട് റെയിൻബോന് സങ്കടം തോന്നും. അപ്പോൾ തും അപ്പനെ ആകാശ് സേ ബാക്യൂ ആയേ, നീ നിൻ്റെ ആകാശം വിട്ടിട്ട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിൻ്റെ ആകാശമല്ല നിനക്ക് എല്ലാം, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ആ ആൺകുട്ടി ചോദിക്കുകയാണ്. यहाँ के पेड़ पौधे, नदियाँ पहाड़ और फल फूल आकाश से कितने सुंदर दिखाई देते हैं. अदाद यहाँ के पेड़ पौधे, नदियाँ पहाड़ और फल फूल आकाश से कितनी സുന്ദർ ദിഖായി ദേത്തെ ഹെ. അതായത് ആകാശത്തിൽ നോക്കുമ്പോൾ ഈ ഇവിടുത്തെ മരങ്ങൾ, ചെടികൾ, പേട് പൗധ പറഞ്ഞാൽ മരങ്ങൾ, പേട് പറഞ്ഞാൽ മരം, പൗധ പറഞ്ഞാൽ ചെടികൾ, നദിയ പറഞ്ഞാൽ പുഴകൾ, പഹാഡ് നമ്മുടെ മൗണ്ടെയിൻ, ഓർ ഫൽ ഫൂൽ ഫ്രൂട്ട്സ്, പൂക്കൾ, ആകാശത്തിൽ നോക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ആകാശത്തിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ മനോഹരമായിട്ട് കണ്ടു എന്നാണ് നമ്മുടെ റെയിൻബോ സപ്തം പറയണത്. അഗ്ലി സുബ, നെക്സ്റ്റ് ഡേ, അതായത് പിറ്റേ ദിവസം, അപ്നെ ഘർ മേ മുझे रहने दिया बहुत शुक्रिया, നീ നിൻ്റെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചു, ഭയങ്കര നന്ദിയുണ്ട്, താങ്ക്സ് ഉണ്ട് നിന്നോട്. ആ മുझे വാപ്പസ് ജാന, വാപ്പസ് തന്നെ തിരിച്ച്, ഇനി എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. ആ മുझे വാപ്പസ് ജാന ഹോഗ, ഇനി എനിക്ക് തിരിച്ചു പോകണം, എന്തായാലും തിരിച്ചു പോകണം. കാരണം അവൻ്റെ നാട് വന്നിട്ട് ആ സപ്തമിൻ്റെ നാട് ആകാശമാണ്. അപ്പോൾ ആ സപ്തം പറയും, നീ ഒരു ദിവസം എന്നെ നിൻ്റെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിച്ചു, ഇനി എനിക്ക് തിരിച്ചു പോകണം എന്നാണ് പറയണത്. ലഡ്ക്കീനെ ഉസേ വിദാദി, ലഡ്ക്ക അതായത് ആ ആൺകുട്ടി അവന് വിധ കൊടുത്തു, അതായത് അനുവാദം കൊടുത്തു പെക്കോന്ന്. വർഷാക്കി ബൂന്തി ബരസ്നെ ലഗി, വർഷാക്കി ബൂന്തി പറഞ്ഞാൽ റെയിൻബോ പോകുമ്പോൾ അവിടെ മരത്തുള്ളികൾ പെയ്യാനായി തുടങ്ങി. അതായത് മരത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നു, സപ്തം പോകുകയാണെന്നുള്ള സന്തോഷത്തിൽ. പൂർവ് സേ സൂര്യ കി കിരണേ ജലക്നെ ലഗി, അതായത് ഈസ്റ്റിൽ നിന്ന് നമ്മുടെ സണ്ണില്ലേ, സണ്ണിൻ്റെ ആ തിളക്കം, സൂര്യ കി കിരണേ പറഞ്ഞാൽ നമ്മുടെ ആ സൂര്യൻ്റെ ഒരു കിരണങ്ങളില്ലേ, അത് ജലക്നെ ലഗി പറഞ്ഞാൽ എത്തി നോക്കാനായിട്ട് തുടങ്ങിയെന്നാണ്. അതായത് അത് എന്താണ് സ്പാർക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. കിത്തനെ കിരണേ ജലക്നെ ലഗി, സാത് രംഗോ വാലെ ഇന്ദ്രധനുഷ് ചമക്നെ ലഗെ, അപ്പോഴാണ് ആ സൂര്യൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ആ ഇന്ദ്രധനുഷ്, അതായത് ആ റെയിൻബോ സപ്തം തിളങ്ങാനായിട്ട് തുടങ്ങിയത്. രംഗോ വാലെ ഇന്ദ്രധനുഷ് ചമക്നെ ലഗെ, ചമക്നെ ലഗെ ഭയങ്കര തിളങ്ങാനായിട്ട് തുടങ്ങി. സപ്തം ഫിർസെ അപ്ന ഘർ പहुंच ഗയ, സപ്തം ലാസ്റ്റ് എന്തായാലും സപ്തമിൻ്റെ വീട്ടിൽ തന്നെ പോയി എത്തി. അതായത് ആ ആകാശമാണ് സപ്തമിൻ്റെ വീട്. അപ്പോൾ ആ വീട്ടിലേക്ക് തന്നെ ലാസ്റ്റ് സപ്തം പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആരാൻ്റെ സ്ഥലം എവിടെയാണോ അവർ അവിടെ തന്നെ താമസിക്കുന്നതാണ് നല്ലതെന്ന് ഈ ലെസണിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലായിട്ട് പറയാം. താങ്ക് യു ഫ്രണ്ട്സ്.